ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്തെത്തും. ജില്ലയിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കയ്പമംഗലം മൂന്നുപേടിയിൽ തെരുവുനായ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജി. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് സ്വദേശി അശ്വിനാണ് മരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുഖ്യമന്ത്രിക്ക് വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം. തൃപ്രയാർ ക്ഷേത്രത്തിലും മുഖ്യമന്ത്രി ദർശനം നടത്തി. ദേശീയപാത മണത്തലയിലെ സർവീസ് റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇരുചക്ര വാഹനയാത്രികർ ദുരിതത്തിൽ. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. പാലക്കാട്, വയനാട് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. തിങ്കളാഴ്ച തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്തെത്തുമെന്നാണ് സൂചന. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പൊടിഞ്ഞു വീണു. മരക്കൊമ്പ് കാറിന്റെ ചില്ല് തകർത്ത് വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൂണ്ടൽ പാലത്തിന് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് കണ്ടെയ്നർ ലോറി തട്ടി പൊട്ടി നിന്നിരുന്നു. ഇതാണ് കാറിന്റെ ചില്ലിന് മുകളിലേക്ക് പതിച്ചത്. തൃശൂരിൽ നിന്നും കാണിപ്പയ്യൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഊബർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം മൂന്നുപേടിയിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റോപ്പിലാണ് നായ ആദ്യം ആളുകളെ ആക്രമിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ലീന, മകൻ ഇമാനുവൽ, പാലക്കാട് സ്വദേശി രാജേഷ് എന്നിവർക്ക് കടിയേറ്റു. ഇതിനുശേഷം ടൗണിലൂടെ വടക്ക് ഭാഗത്തേക്ക് ഓടിയ നായ അറവുശാല സെന്ററിൽ വെച്ച് കയ്പമംഗലം സ്വദേശിയായ വിഷ്ണുവിനെയും ആക്രമിച്ചു. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റികൾ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജി ഉണ്ടായിരുന്നു. CPI കടങ്ങോട് മിൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി KG സുധാകരൻ, ബ്രാഞ്ച് മെമ്പർമാരായ PA ശ്രീധരൻ, KK വേലായുധൻ, KK സുബീഷ്, OR സന്തോഷ്, PA പ്രകാശൻ, ഗിരിജ സുരേന്ദ്രൻ, ഗീത ശശി, ശോഭന വേലായുധൻ, OS സൂരജ് എന്നീ 11 പേരാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത്. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് മണ്ഡലത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം മണ്ഡലം സെക്രട്ടറിയുമായ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച വ്യക്തിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. അതിനു പകരം പരാതിക്കാരിയായ മഹിളാ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. സംഭവം നടന്ന ഉടൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ നേതാവിനെ സംരക്ഷിക്കുവാനാണ് നേതൃത്വം ശ്രമിച്ചതെന്നും ഇവർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിലെ ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷക്കീർ ഉൾപ്പെടെ 12 പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാര് ഉൾപ്പെട്ടിട്ട്
വലിയൊരു വിഷയമാക്കി കുറച്ച് ആൾക്കാരെ പറഞ്ഞു. ഒരാളുടെ മുകളിൽ പരാതി വന്ന അയാളെ കുറിച്ച് അന്വേഷിക്കാതെ അയാളെ മുകളിലേക്ക് കയറ്റി മറ്റൊരു തരം താത്ത പറഞ്ഞാൽ നമ്മൾ CPIയുടെ മെമ്പർമാര് കടങ്ങോട് ബ്രാഞ്ച് ഒതുക്കാൻ തയ്യാറല്ല. ഞങ്ങളൊരു 15 ആളുടെ അടുത്തേക്ക് രാജിയുണ്ട്. അതിന്റെ പിന്നില് ഞങ്ങൾ ഒരു പാർട്ടിയെ തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് പാർട്ടി ആയാലും തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എതിരുള്ള പാർട്ടി ഏതായാലും അവരെ തോൽപ്പിക്കും. അതിനുള്ള ആളും അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പിന്നെ തെറ്റായിട്ട് ഇങ്ങനെ ഒരാളെ സംരക്ഷിച്ച് പോവുക, 10-15 കൊല്ലമായി പണിക്ക് പോയിട്ട് ഇപ്പോഴും ജീവിതമാർഗവും സുഖമായിട്ട് പോകണം. നമ്മൾ ജോലിക്ക് പോകണവർക്ക് ബുദ്ധിമുട്ടിൽ പോകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് അതിന്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു അറിവ്. പാർട്ടി ശരിക്കും അത് പരിശോധിച്ചിട്ട് സമ്മേളനത്തിൽ നടന്ന സംഭവം അവരെല്ലാവരെയും പുറത്താക്കുക, തരം താത്താണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് 4 നീതിയില്ല, ഒരാൾക്ക് മാത്രം നീതി വരുന്നത്. അത് തെറ്റായിട്ടൊന്നും അയാൾ കണ്ടുകൊണ്ടാണ് നമ്മൾ രാജിവെക്കാൻ തയ്യാറാവണം എല്ലാവരും. കടങ്ങോട് മുൻ ലോക്കൽ സെക്രട്ടറി ഫണ്ട് തിരിമറി നടത്തിയെന്നും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ കിഴക്കുമുറി വീട്ടിൽ സുരേഷിന്റെ മകൻ 23 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തെക്കുംപാടം സ്വദേശി അനന്തുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുടിക്കോട് മേൽപ്പാലം ഇറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അശ്വിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വാടവരമ്പ് സ്വദേശി തലമപ്പറമ്പിൽ വീട്ടിൽ സക്കീറാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ VD സതീശൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിന് ശേഷം വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം നടത്തി. ആഘോഷങ്ങളോ സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ എത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നായിരുന്നു ക്ഷേത്ര ദർശനം. സോപാനത്തിന് മുൻപിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ചീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് VD സതീശൻ. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. K കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. TCV ന്യൂസ്, ഗുരുവായൂർ. മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയത്. ഞായറാഴ്ച ദിവസങ്ങളിലെ VIP ദർശനത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയക്രമം പാലിച്ചില്ലെന്നാണ് പരാതി. മുഖ്യമന്ത്രിയുടെ അനുയായികൾ ക്ഷേത്രത്തിന് ചുറ്റും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും വീഡിയോ എടുത്തതായും പരാതിയിൽ പറയുന്നു. ഇവർക്കെതിരെ ദേവസ്വം നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് B ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം കമ്മീഷണർ M മനോജ് കുമാർ, ക്ഷേത്ര മാനേജർ VN ഹരിഹര ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് മീനൂട്ട്, കദളിക്കുല, 101 വെടിവഴിപാട്, വെള്ളിക്കുടത്തിൽ നെയ്യ് സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ നടത്തിയാണ് മടങ്ങിയത്. ചന്ദ്രാപിനി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷജിൽ VD സതീശിനു വേണ്ടി ശയന പ്രദക്ഷിണം നടത്തി. मैं
മന്ത്രി കെ എ തുളസി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി. വെണ്ണ കൊണ്ടും തുളസിപ്പൂവ് കൊണ്ടുമാണ് തുലാഭാരം നടത്തിയത്. മന്ത്രി പി സി വിഷ്ണുനാഥ് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. ഇടവേള. അറിഞ്ഞു ടുലിപ്സ് സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ദേശീയപാത മണത്തലയിൽ സർവീസ് റോഡിലെ വൻ ഗർത്തങ്ങൾ ഇരുചക്രവാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നു. ജമാഅത്ത് പള്ളിക്ക് സമീപം വടക്ക് സർവീസ് റോഡിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ കനത്തതോടെ കുഴികൾ വെള്ളത്തിൽ മുങ്ങി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കനത്താൽ വീടുകളിൽ ചെളിവെള്ളം നിറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വളരെ ചെറിയൊരു മഴയാണ് ഇന്ന് പെയ്തിട്ടുള്ളത്. രൂക്ഷമായ മഴ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു മഴയുടെ വെള്ളക്കെട്ടില് ആണ് ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ 2 ദിവസമായിട്ട് അനേകം ബൈക്കുകൾ, പ്രത്യേകിച്ച് ഫാമിലി, ഇപ്പൊ പകലാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ വിഷ്വലാണ്. രാത്രിയിൽ കാണാതെ കുഴിയിൽ വീണിട്ട് ഒരുപാട് അപകടം സംഭവിക്കുന്നു. മാത്രമല്ല, ഒരു ചെറിയ മഴക്ക് പോലും ഈ പ്രദേശത്ത് മൊത്തം വെള്ളം കയറിയിട്ട് വീടിന്റെ ഉള്ളിലേക്കെല്ലാം വെള്ളം എടുത്ത ഒരു അവസ്ഥയുള്ളത്. ഇത് അധികൃതരുടെ അനാസ്ഥയാണോ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാവണോ എന്നുള്ളൊരു നാട്ടുകാരനെന്നുള്ള നിലയ്ക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMAയും കഞ്ചാവുമായി ഓട്ടോറിക്ഷ ഡ്രൈവറും വധശ്രമ കേസ് പ്രതിയും പിടിയിൽ. കുട്ടനല്ലൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീജിത്ത്, ആനന്ദപുരം സ്വദേശി കുപ്ലിക്കാടൻ വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്ത് ജോലിയുടെ മറവിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തി വന്നിരുന്നത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്ത് കേസെടുത്തു. കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച 1,30,000 രൂപ സഹിതമാണ് ആഷിഖ് പിടിയിലായത്. കയ്പമംഗലം 3 പീടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. 3 പീടിക ടൗണിന് കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഐസ് പ്ലാന്റിൽ നിന്നാണ് അമോണിയം ചോർന്നത്. പ്ലാന്റിലെ അമോണിയം ടാങ്കിന്റെ വാൽവ് തകരാറിലായതിനെ തുടർന്നാണ് ചോർച്ചയുണ്ടായത്. സംഭവം അറിഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി. ഇത്തവണത്തെ അവധിക്കാലത്തിന്റെ അവസാന ഞായറാഴ്ച അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്ക്. ശനി ഞായർ ദിവസങ്ങളിലായി അതിരപ്പള്ളിയിൽ 18,000-ഓളം ആളുകൾ സന്ദർശകരായി 9 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരുമാനവും ലഭിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് റെക്കോർഡ് കളക്ഷനാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വെള്ളച്ചാട്ടം കാണാൻ ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ചെറിയ മഴയും കൂടിയായപ്പോൾ അവധിക്കാല ആഘോഷത്തിന് പൊലിമ കൂടി.
ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി കൊണ്ടാഴി സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി രാഹുൽ വി നായർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ.സി. വാസുദേവൻ, കെ.എൻ. ശശി, കെ.സി. ശിവരാമൻ, എം.എം. ഉണ്ണികൃഷ്ണൻ, പി.ആർ. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മുക്കാട്ടുകര ഹരിശ്രീ ബാലഗോകുലത്തിന്റെ വാർഷികോത്സവവും പങ്കജം സുമേഷ് അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കാട്ടുകര കൊക്കുളങ്ങര ക്ഷേത്ര കോമരം രമേശ് മുഖ്യാതിഥിയായി. ബാലഗോകുലം താലൂക്ക് കാര്യകർത്താവ് ഗോപി കീരംകുളങ്ങര, സുധ, ഗോകുല സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പുകളുടെ സമാപനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി. കെ. വത്സരാജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.ആർ. ഹരി, പഞ്ചായത്ത് അംഗങ്ങളായ നീതു സുജേഷ്, രഞ്ജിനി സത്യൻ, വായനശാല സെക്രട്ടറി പി.ആർ. ജോഷി, പ്രസിഡന്റ് പി.സി. ബാലൻ, കെ.എ. കൊച്ചുമോൻ, ടി.എൻ. തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ഷാജി പൊന്നമ്പുള്ളി വായനശാലയിലേക്ക് നൽകിയ 800ഓളം പുസ്തകങ്ങൾ എം.എൽ.എ. ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ 70-ാം വാർഷികത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. കൈലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ സമിതി യോഗം മമ്മിയൂർ ദേവസ്വം കമ്മിറ്റി ചെയർമാൻ ജി.കെ. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷനായി. പി. സുനിൽകുമാർ, സി. അനിൽകുമാർ, എം. രാജഗോപാൽ, ഒ. രതീഷ്, ആർ. ജയകുമാർ, ബിന്ദു നാരായണൻ, പി. ശ്യാംകുമാർ, വി. പി. ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 9 മുതൽ 12-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് വാർഷികാഘോഷവും ദേശവിളക്കും ആഘോഷിക്കുന്നത്. വ്യാപാരി വ്യവസായി വലപ്പാട് യൂണിറ്റ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് നജീബിന്റെ കടയിലെ അക്വേറിയം നശിപ്പിച്ചതായി പരാതി. സമീപത്ത് കട നടത്തുന്ന വ്യക്തിയാണ് അക്വേറിയം നശിപ്പിച്ചതെന്നും 50,000 രൂപ നഷ്ടം വന്നതായും മുഹമ്മദ് നജീബ് പറഞ്ഞു. ഇയാൾക്കെതിരെ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് നജീബ് പറഞ്ഞു. വ്യാപാരിക്ക് നേരെയുണ്ടായ അതിക്രമത്തിനെതിരെ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡുകൾ ശുചീകരിച്ച് ചാലക്കുടി നഗരസഭ. സ്ലാബുകൾ മാറ്റി ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചെളിയും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും നീക്കം ചെയ്തു. നഗരത്തിലെ പ്രധാനപ്പെട്ട പള്ളിത്തോടിന്റെ ശുചീകരണം പൂർത്തീകരിച്ചു. പാടശേഖരങ്ങളിലെ തോടുകളുടെ ശുചീകരണം അവസാന ഘട്ടത്തിലാണെന്ന് ചെയർപേഴ്സൺ ആലിസ് ഷിബു പറഞ്ഞു. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസം മുതൽ നമ്മൾ ആരംഭിച്ചു. ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ സൗത്ത് ജംഗ്ഷനും അതേപോലെ തന്നെ മേൽപ്പാലത്തിൻ്റെ താഴെയും ഇവിടെ സൗത്തിലെ തിരുമുൽപ്പാട് റോഡിലെ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു മാസ് ക്ലീനിങ് ആണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇനി നാളെ തിങ്കളാഴ്ച മുതൽ പറയന്തോടിൻ്റെ ഒരു ജങ്കാർ ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ പറയന്തോടിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90-ാം വാർഷികം ആഘോഷിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ.എം. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ പ്രതിഭകളെ ആദരിച്ചു. സെക്രട്ടറി ബി. സുധീഷ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഫിസിക്കൽ തെറാപ്പിയിൽ ബിരുദം കരസ്ഥമാക്കിയ കയ്പമംഗലം സ്വദേശി ഡോക്ടർ സഹൽ പി. നജ്മുദ്ദീനെ അനുമോദിച്ചു. സഹയാത്രിക സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ എ.ഐ.സി.സി. സെക്രട്ടറി ടി.എൻ. പ്രതാപൻ പുരസ്കാര സമർപ്പണം നടത്തി. ചടങ്ങിൽ ഡി.സി.സി. സെക്രട്ടറിമാരായ പി.എം.എ. ജബ്ബാർ, സി.എം. നൌഷാദ്, പി.കെ. റാസിഖ്, പി.എസ്. ഷാഹിർ, ഇ.എ. ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അദ്ദേഹം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചുകൊടുത്തു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സഹവികാരി ഫാദർ നിതിൻ താഴത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു.
മധ്യകേരളത്തിലെ പ്രമുഖ കണ്ണാശുപത്രിയായ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നവീകരിച്ച മയോപ്പിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും അധ്യാപകർക്കായി പ്രത്യേക ശില്പശാലയും സംഘടിപ്പിച്ചു. തൃശൂർ അയ്യന്തോൾ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകർക്കായി മയോപ്പിയ അവബോധവും വിദ്യാർത്ഥികളിലെ പ്രാരംഭ നേത്രപരിചരണത്തിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിലെ മയോപ്പിയയും കാഴ്ച പ്രശ്നങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്ടർ റാണി മേനോൻ നയിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുട്ടികളുടെ കാഴ്ചശക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു. വിദ്യാർത്ഥികളിലെ കാഴ്ച പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകി. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന നേത്ര ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളിലും അധ്യാപകരിലും കൂടുതൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ശില്പശാലയിൽ പങ്കെടുത്ത അധ്യാപകർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നവീകരിച്ച മയോപ്പിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനവും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി മേനോൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജനറൽ മാനേജർ എ അജിത് കുമാർ, മാനേജർ മനീത സുജിത്, കോർഡിനേറ്റർ ചിഞ്ചു സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. DCV ന്യൂസ്, തൃശൂർ. പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കാറിടിച്ച് കാട്ടുപന്നി ചത്തു. എറണാകുളത്ത് നിന്നും അരീക്കോട് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. തലനാരിഴയ്ക്കാണ് വാഹനം മറിയാതിരുന്നതെന്ന് ഡ്രൈവർ വ്യക്തമാക്കി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ 1ാം വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. നടൻ ജയരാജ് വാര്യർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, വാർഡംഗം KV ഷൈബു, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ VC ബിനോജ്, കൺവീനർ വിമലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടി കയറി അപ്പോൾ കണ്ണിൽ കത്തും ദാഹം ഭാവജാലം തീരി നീർത്തി വർണ്ണങ്ങളായി മേലെ കതിർമാല കൈകൾ നീട്ടി. ഇളവള്ളി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പുലരി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു. മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമാക്കി 5ാം വാർഡിലെ JLG ഗ്രൂപ്പുകൾ ചേർന്നാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനിൽ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K ദീപക്, വൈസ് പ്രസിഡന്റ് അശോകൻ മൂലക്കോല, ബ്ലോക്ക് കോർഡിനേറ്റർ നയനദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കി നാടിന് അഭിമാനമായി തിരുവല്ലാമലയിലെ 12കാരൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭയ് രാഹുൽ പ്രമോദാണ് എവറസ്റ്റ് കീഴടക്കിയത്. പ്രായത്തെ വെല്ലുന്ന നിശ്ചയദാർഢ്യവുമായി ലോകത്തിന്റെ നെറുകയിൽ തൊട്ട് തിരുവല്ലാമല സ്വദേശിയായ 12കാരൻ. തിരുവല്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്രയാഹുൽ പ്രമോദാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി നാടിന്റെ അഭിമാനമായി മാറിയത്. മെയ് 4 ആരംഭിച്ച ദുഷ്കരമായ കൊടുമുടിക്കയറ്റം 9 ദിവസത്തെ കഠിന ശ്രമത്തിനൊടുവിൽ മെയ് 13 വിജയകരമായി സമാപിച്ചത്. കഠിനമായ തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയെയും ധീരമായി നേരിട്ടാണ് അബ്രയാഹുൽ ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്.
തിരുവില്ലാമലയിലെ ഡോക്ടർ ദമ്പതികളായ പ്രമോദിന്റെയും പ്രമീളയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. മകന്റെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്നു. പ്രായത്തെ വെല്ലുന്ന ഇച്ഛാശക്തിയോടെ എവറസ്റ്റിന്റെ നെറുകയിൽ വിജയക്കൊടി പാറിച്ച അബ്രയാഹുലിനെ തേടി ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. TCV ന്യൂസ്, ചേലക്കര. ഇടം സാംസ്കാരിക വേദിയുടെ 7ാമത് വാർഷിക സമ്മേളനം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. എഴുത്തുകാരൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, KM അക്ബർ അലി, KR രാധിക, പ്രീതി രാജേഷ്, ഷീജ റെന്നി, അനീഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി KR രാധിക, സെക്രട്ടറിയായി KM അക്ബർ അലി, ട്രഷററായി ഫരീദ് അലി എന്നിവരെ തെരഞ്ഞെടുത്തു. തയ്യൂർ നിത്യസഹായ ദേവാലയത്തിൽ AKCC സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് AL വർഗീസ് അധ്യക്ഷനായി. ബ്രദർ ഷലാൽ ചിരിയങ്കണ്ടത്ത്, ഡോക്ടർ U വിഷ്ണു, സെക്രട്ടറി ഫ്രാൻസിസ് പേരാമംഗലം, ട്രഷറർ CO സൈമൻ, ഷാലി തോമസ്, ആനി ചാക്കുണ്ണി, PC സെബാസ്റ്റ്യൻ, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. പറപ്പുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ആലത്തൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മൈഗ്രെയിൻ ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ്, പഞ്ചായത്ത് അംഗം K സുധാകരൻ, ആരോഗ്യ പ്രവർത്തകരായ TK സലീഷ്, കമാൽജിത്ത്, ഊർമിള ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കരയോഗ കുടുംബങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സുനീഷ് കുമാർ, M രാമചന്ദ്രൻ, P മുരളീധരൻ, EM ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P യതീന്ദ്രദാസ്, KP രഞ്ജിത്ത് കുമാർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ പങ്കെടുത്തു. ഇവർക്കൊപ്പം പോലീസ്, നഗരസഭാ ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. അയോർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ദ്രവ്യകലശ ചടങ്ങുകൾക്ക് സമാപനമായി. കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി, സുധീഷ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ 18-ാം തീയതിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കാവ്യായനത്തിന്റെ സർഗശ്രേഷ്ഠ പുരസ്കാരം ഗീതാ മേലെഴുത്തിന് സമ്മാനിച്ചു. തൃപ്രയാറിൽ നടന്ന ചടങ്ങ് കവിയും തിരക്കഥാകൃത്തുമായ വെണ്ണല മോഹൻ ഉദ്ഘാടനം ചെയ്തു. മാനവശ്രീ പുരസ്കാരം നേടിയ ഗിരീഷ് ഏറാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ ദിനേശ് രാജ അധ്യക്ഷനായി. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, കോർഡിനേറ്റർ നോമി കൃഷ്ണ, ഫ്രാൻസിസ് വടക്കൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, ചലച്ചിത്ര സംവിധായകൻ വാസൻ പെരിങ്ങോട്ടുകര, റുഖിയ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൊടകര പൂനിലാർക്കാവ് ഊട്ടുപുരയിൽ നടന്ന പരിപാടി കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മാസ്റ്റർ, സംസ്ഥാന പ്രസിഡന്റ് KA കുട്ടൻ, യൂണിറ്റ് സെക്രട്ടറി KV ഹരിദാസ്, ട്രഷറർ ജഗതി, ചേർപ്പ് യൂണിറ്റ് സെക്രട്ടറി സുനിൽ, കൊടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PT ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചായപ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം SHO ഷെബാബ് K കാസിം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. SIമാരായ B ബാലകൃഷ്ണൻ, PP പ്രദീപ്, ജനമൈത്രി സമിതി അംഗങ്ങളായ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ബീന നന്ദകുമാർ, റഷീദ് ഏറാത്ത്, കോടശ്ശേരി പഞ്ചായത്ത് അംഗം ജോസുട്ടൻ കൈതാരം, KGSTA പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൻ, കുറ്റിച്ചിറ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PP ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിങ്ങടങ്ങ് നാട്ടുവാർത്താ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ഡെയ്സി ജോമോൻ അധ്യക്ഷത വഹിച്ചു. ഷാജി അയ്യപ്പൻകാവ്, ബാസിം എന്നിവർ സംസാരിച്ചു.
MP ലതിക രചിച്ച അടിത്തർക്ക് ക്ഷമാപണത്തോടെ എന്ന കവിതാ സമാഹാരം പ്രൊഫസർ NR ഗ്രാമപ്രകാശ് പ്രകാശനം ചെയ്തു. തൃപ്രയാറിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ P. സരസ്വതി പുസ്തകം ഏറ്റുവാങ്ങി. ബിന്ദുദാസ് അധ്യക്ഷയായി. സലാം കക്കേരി, CS ബിനുജ, K. രാധാകൃഷ്ണൻ, EA അനാമി തുടങ്ങിയവർ സംസാരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. അവിട്ടത്തൂർ സ്വദേശിനി അംബിക ഗോപിയാണ് സുമനസ്സുകളുടെ കരുണ തേടുന്നത്. കഴിഞ്ഞ പോളിംഗ് ദിനത്തിൽ വോട്ട് ചെയ്തു മടങ്ങവേ ആളൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ അംബികയുടെ ഭർത്താവ് ഗോപി തൽക്ഷണം മരിച്ചിരുന്നു. അംബിക 1.5 മാസത്തോളമായി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇവർക്കില്ല. കടം വാങ്ങിയും ബന്ധുക്കളുടെ സഹായത്താലും ചികിത്സയ്ക്കായി ഇതിനകം ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഇനിയും ആശുപത്രിയിൽ 5 ലക്ഷത്തിലേറെ തുക അടയ്ക്കുവാനുണ്ട്. തുടർന്നു വരുന്ന ശസ്ത്രക്രിയകൾക്കും മറ്റു ചികിത്സയ്ക്കായും പ്രതീക്ഷിക്കുന്ന ചിലവ് 15 ലക്ഷത്തിലധികം രൂപയാണ്. ജീവൻ രക്ഷിക്കുവാൻ സാമൂഹ്യ പ്രവർത്തകനായ ജോളിയുടെ നേതൃത്വത്തിൽ വേളൂക്കര പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ വിദ്യാ നെഹ്റു ചെയർപേഴ്സണായും PP രാധാകൃഷ്ണൻ കൺവീനറായും പൗരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയും കിടപ്പാടവുമില്ലാത്ത അംബികയുടെ മക്കൾ അവട്ടത്തൂരിലുള്ള ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. ചികിത്സാ സഹായം നൽകാൻ സുമനസ്സുള്ളവർ 01595000001852 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷം ചൊവ്വാഴ്ച കേരള തീരത്തെത്തും. ജില്ലയിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കയ്പമംഗലം 3 വെടിയിൽ തെരുവുനായ ആക്രമണം, 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജി. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് സ്വദേശി അശ്വിനാണ് മരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുഖ്യമന്ത്രിക്ക് വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം. തൃപ്രയാർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി ദർശനം നടത്തി. ദേശീയപാത മണത്തലയിലെ സർവീസ് റോഡിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇരുചക്രവാഹന യാത്രികർ ദുരിതത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.